കുഴപ്പം നിങ്ങളുടെ നിയമത്തിന്റെയാണ്, നിങ്ങളുടെ മതത്തിന്റെയാണ് ആയിഷ. നിങ്ങൾ അത് എത്ര ഡിനൈ ചെയ്താലും അത് അങ്ങനെ തന്നെയാണ്. ആരിഫ് ഹുസൈൻ നിങ്ങളുടെ മതത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് മടുത്തത് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. സ്വന്തം അമ്മയെ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അയാൾ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മതത്തിന്റെ കുഴപ്പമാണ്. യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വേണം, BJP തന്നെ ഭരിച്ചാൽ മതി എന്ന് പറയുന്നത് ഈ മതത്തിന്റെ സ്വാധീനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇല്ലാതാകണം എന്നുള്ളത് കൊണ്ടാണ്. 2026 ഒരു സ്ത്രീ മുഖം മറച്ച് നടക്കണം, ഒരു സ്ത്രീ ഇന്നയാളെ വിവാഹം കഴിക്കണം, ഒരു സ്ത്രീ ഇങ്ങനെ ജീവിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പുരുഷന്റെ ആ ഒരു വാലിഡേഷൻ ഇവിടെ വേണ്ട. ഇന്ത്യയിലെ ആളുകൾ ജീവിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ്, അല്ലാതെ മതപുസ്തകം നോക്കിയിട്ടല്ല. ഭരണഘടന തുല്യതയാണ് സ്ത്രീക്കും പുരുഷനും നൽകിയിരിക്കുന്നത്, അല്ലാതെ പുരുഷന് സ്ത്രീയെ അങ്ങ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്നേ ഒരു അംഗീകാരം ഒരിടത്തും നൽകിയിട്ടില്ല. അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ മതത്തിനെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മതം ഇന്നത്തെ നീതിക്കെതിരാണ്, നിങ്ങളുടെ മതം സ്ത്രീകൾക്കെതിരാണ്, നിങ്ങളുടെ മതം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരാണ് എന്നത് മനസ്സിലാക്കാം. ഞാൻ പലതവണയായിട്ട് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയെ വിമർശിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തീവ്ര മത ചിന്താഗതി, ഒരു ഒബ്സഷനെ വിമർശിക്കുന്ന സമയത്ത് എനിക്ക് ഇസ്ലാമോഫോബിയാണ് അല്ലെങ്കിൽ ഞാൻ വർഗീയവാദിയാണ് എന്നൊക്കെയാണ് ഒരുപാട് പേര് എപ്പോഴും കമന്റ് ചെയ്യാറുള്ളത്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് പേര് എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇവരുടെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നത്, അത് എത്രത്തോളം 2026 മനുഷ്യന്റെ ജീവിതവുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു സംഭവമാണ് എന്നതിന്റെ തെളിവുകളാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് കണ്ടിട്ട് വരും. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക് സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവോ കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. സുനിത വില്യംസ് മുസ്ലിം അല്ലല്ലോ, അതുകൊണ്ട് ഒറ്റയ്ക്ക് സ്പേസിൽ വേണമെങ്കിലും പോകാം. ഭർത്താവോ സഹോദരനോ പിതാവോ ഒന്നും കൂടെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടെ ആർക്കാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലെ ഒരു തടസ്സം വെക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, സ്ത്രീകൾ ആർക്കൊപ്പം യാത്ര ചെയ്യണം, ആരെ വിവാഹം കഴിക്കണം, ഇനി വിവാഹം കഴിക്കണോ വേണ്ടയോ, പഠിക്കണോ വേണ്ടയോ, എന്ത് ജോലി ചെയ്യണം, എവിടെ ജോലി ചെയ്യണം, എവിടെ ജീവിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മറ്റൊരു പുരുഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷനുള്ള പിതാവ്, ഭർത്താവ്, അല്ലെന്നുണ്ടെങ്കിൽ ബ്രദർ, ഇവരൊക്കെയാണ് തീരുമാനിക്കുക. ഇവരൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ആണായിട്ടുള്ള മറ്റൊരു കുടുംബാംഗത്തിന് ഒരു സ്ത്രീയുടെ അധികാരം അങ്ങനെ തന്നെ പോവുകയാണ്. ഇത് മുസ്ലിമിന്റെ മാത്രം കുഴപ്പമല്ലേ? ഇത് ഞാനല്ല പറയുന്നതാ, ഇദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. സുനിത വില്യംസ് മുസ്ലിം അല്ലല്ലോ. സുനിത വില്യംസിനെ പോലെ സ്പേസ് വരെയും ചെന്നെത്തണം, അങ്ങനെ ഒരു ജീവിതം, സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ മുസ്ലിം ആകാതിരിക്കണം. മുസ്ലിം ആണെങ്കിൽ ഇതൊന്നും നടപ്പില്ല എന്ന് തന്നെയല്ലേ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിനെ വിമർശിക്കണ്ട എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് നീതിയാവുന്നത്? നിങ്ങളൊന്ന് പറയുക. 2026 സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മളിങ്ങനെ വാദോരാതെ സംസാരിക്കേണ്ടി വരുന്നു. 2026 സംസാരിക്കേണ്ടി വരുന്നു നമ്മുടെ നാട്ടിൽ. അത് കേരളം എന്ന് പറയുന്ന ഒരു നാട് പ്രബുദ്ധരുടെ നാടാണ്, അങ്ങേയറ്റം വലിയ ബുദ്ധിമാന്മാരെ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ പോലും ഒരു സ്ത്രീക്ക് തന്റെ ഐഡന്റിറ്റി ആയ മുഖം പോലും പുറത്ത് കാണിക്കാൻ അനുവാദം നൽകുന്നില്ല ഒരു മതം. അപ്പോൾ ഇതിനെ വിമർശിക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇന്നതാണ് ഇഷ്ടം, ഒരു സ്ത്രീക്ക് ഇതാണ് നല്ലത്, ഒരു സ്ത്രീക്ക് ഇതാണ് വേണ്ടത് എന്ന് ആ ജെൻഡറുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു ജെൻഡറിന് പറയാൻ കഴിയുന്നത്? യാതൊരു ബന്ധമില്ലാത്ത എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഒരിക്കലും ഒരു സ്ത്രീ ശരീരത്തിലൂടെ എന്തെല്ലാം ഹോർമോണുകളാണ് കടന്നു പോകുന്നത്, അതെങ്ങനെയൊക്കെയാണ് അവരുടെ തലയിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലും ഒരു ജന്മം മുഴുവൻ ജീവിച്ച പുരുഷന് മനസ്സിലാവില്ല, നേരെ തിരിച്ചും മനസ്സിലാവില്ല. ശരിയല്ലേ? വേൾഡ് വൈഡ് ഫേമസ് ആയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സീരീസിൽ അതിലും ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ട്, നോ യൂട്രസ് നോ ഒപ്പീനിയൻ. അതായത് സ്ത്രീ അല്ലാത്ത ഒരാൾ, യൂട്രസ് ഇല്ലാത്ത ഒരാൾക്ക് ആർത്തവത്തെ പറ്റി അറിയില്ല, അയാൾ അത് അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീ പറഞ്ഞ് കേട്ട് ആ ഒരു അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ, ഒരു സ്ത്രീയുടെ ആർത്തവം, ഒരു സ്ത്രീയുടെ മനോവികാരങ്ങൾ, ഒരു സ്ത്രീയുടെ ഹോർമോൺ ചേഞ്ച്, പ്രസവമാവട്ടെ, അതുപോലെ മെനപ്പോസ് ആവട്ടെ, അങ്ങനെ ലൈഫിൽ കടന്നു പോകുന്ന പല കാര്യങ്ങളും മറ്റൊരു സ്ത്രീക്ക് പോലും അങ്ങനെയല്ല. 10 സ്ത്രീകൾ എടുത്താൽ 10 പേർക്കും ഇത് ഡിഫറന്റ് ആണ്. അതായത് പീരിയഡ്സ് ടൈമിൽ തലയും കുത്തി നിൽക്കുന്ന സ്ത്രീകളുണ്ട്, എന്നാൽ പീരിയഡ്സ് ടൈമിൽ എല്ലാ കാര്യങ്ങളും നോർമലായി പോകുന്ന സ്ത്രീകളുണ്ട്, ഒരു വേദന പോലും ഇല്ലാതെ. അങ്ങനെ സ്ത്രീകൾക്ക് തന്നെ ഇത് വേരിയസ് ആണെന്നിരിക്കുക. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ആ സമയത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇന്നയാളാണ് കല്യാണം കഴിക്കേണ്ടത്, അത് പറയുന്നത് കേട്ടില്ലേ? സ്പേസിൽ പോകുമ്പോൾ പോലും ഭർത്താവ് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന പിതാവ് വേണം എന്നൊക്കെ പറയുന്നത് സ്ത്രീ വിരുദ്ധത അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉമ്മ
നടു റോഡിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് ആ വീഡിയോ. ഇതിനെ മതഭ്രാന്തായിട്ടും അതുപോലെ വർഗീയതയായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടും അതുപോലെ ഈ ഉമ്മയ്ക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? ലക്ഷദ്വീപിന്റെ പേരിൽ ഫേമസ് ആയ ആയിഷ ലക്ഷദ്വീപ് ഇതിന്റെ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഉമ്മ നടു റോഡിൽ നിസ്കരിച്ചത്, അതൊരു പ്രതിഷേധമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വായിക്കാം. അനീസ എന്ന ഈ സ്ത്രീയുടെ കഥകൾ കൂടി അറിഞ്ഞപ്പോൾ അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം കല്യാണം കഴിഞ്ഞതു മുതൽ ഈ സ്ത്രീ അവരുടെ ഭർത്താവിന്റെ ഒപ്പമാണ് ജീവിച്ച് ശീലിച്ചത്. ഒടുവിൽ ഭർത്താവ് മരിച്ചപ്പോൾ അവർ ഒറ്റയ്ക്കായി. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. അവരുടെ ഭർത്താവിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഭർത്താവിന്റെ സഹോദരങ്ങൾ പകുത്തെടുത്തു എന്നതാണ് എന്നെ നിരാശപ്പെടുത്തിയ കാര്യം. അവർ പരാതിപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ റോഡിൽ നിസ്കരിച്ചുകൊണ്ട് പ്രതികരിച്ചത്. അവരുടെ വിഷയത്തിൽ ജനശ്രദ്ധ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ആ പാവം സ്ത്രീക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വർഗീയമായി ആരും കാണേണ്ട കാര്യമില്ല. ഒറ്റപ്പെട്ട ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവും. കൂട്ടത്തിലായിട്ടും ഒറ്റപ്പെട്ട ഒരു പെൻഗ്വിന്റെ കഥ നമ്മൾ എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ജീവിതത്തിൽ തളച്ചിടപ്പെട്ട മനുഷ്യരെക്കാൾ ധൈര്യം ആ പെൻഗ്വിനുണ്ടെന്നും അത് തിരഞ്ഞെടുത്തത് ആരും നടക്കാത്ത വഴികളാണെന്നും സോഷ്യൽ മീഡിയ പാടിപ്പുകഴ്ത്തുന്നു അല്ലേ? അതുപോലൊരു പെൻഗ്വിനാണ് അനീസ എന്ന ഈ പാവം സ്ത്രീ. അവർക്ക് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയാനായി അവർ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഇത്. അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. കണ്ടല്ലോ, ഇവരുടെ ഭർത്താവ് മരിച്ചു, ഇവർക്ക് 2 പെൺമക്കളാണ്, ഭർത്താവിന്റെ സ്വത്തുക്കൾ ഇവർക്ക് ലഭിച്ചില്ല, ഭർത്താവിന്റെ സഹോദരങ്ങൾ ഇത് പകുത്തെടുത്തു. ഇതിന്റെ പ്രതിഷേധമായിട്ട് ഇവർ നിയമപരമായിട്ട് പോയിട്ട് പോലും ഇവർക്ക് യാതൊരു രീതിയിലുള്ള നീതിയും ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് നീതി ലഭിക്കാത്തത്? ഇതിന്റെ കമന്റിൽ ഒരുപാട് പേര് അതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിച്ച വ്യക്തികൾക്ക് ഭർത്താവ് മരിച്ചുപോയാൽ ആൺമക്കൾ ഉണ്ടെങ്കിലാണ് ഭർത്താവിന്റെ സ്വത്ത് ലഭിക്കുക. പെൺമക്കളാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭർത്താവിന്റെ സഹോദരങ്ങൾക്കാണ് സ്വത്ത് ലഭിക്കുക. അവർക്ക് ഇവരെ സംരക്ഷിക്കണം എന്നൊരു ബാധ്യത ഉണ്ട് പോലും. മനസ്സിലായോ? ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വത്ത് കൊടുക്കണം, ആർക്ക്? ആണുങ്ങൾക്ക് സ്വത്ത് കൊടുക്കണം എന്ന രീതിയിൽ ലോ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ഈ മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ ഈ സഹോദരൻ ഈ സ്വത്ത് കൊണ്ടുപോയിട്ട് ഇവരെ സംരക്ഷിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇന്ന് സ്വത്ത് അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവര് മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചാലേ സ്വത്ത് കിട്ടൂ എന്നൊരു ടേം ആണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. മറിച്ച് ഇവർക്ക് ഇപ്പൊ പെൺമക്കളായതുകൊണ്ട് ഇവർക്ക് ആ സ്വത്ത് ലഭിക്കുന്നില്ല. പ്രശസ്ത ഇടത് പ്രവർത്തകനായ ഷുക്കൂർ വക്കീൽ കഴിഞ്ഞ തവണ ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിച്ചതാണ്. അയാളുടെ ഭാര്യനെ 2ാമതും പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അയാൾക്കും ഈ പറഞ്ഞതുപോലെ പെൺമക്കളാണ്. ഒരു സുപ്രഭാതത്തിൽ അയാൾ മരിച്ചുപോയാൽ അയാളുടെ സ്വത്തുക്കളൊന്നും ഇസ്ലാമിക നിയമപ്രകാരം ഗവൺമെന്റിൽ ഈ പറയുന്നത് പോലെ ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഈ രീതിയിലാണ് മാരേജ് ആക്ടുകൾ പോലും പോകുന്ന മതത്തിനനുസരിച്ച്. സ്പെഷ്യൽ മാരേജ് ആക്ട് ഇതിലൊന്നും പേടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹിതനായാൽ മാത്രമേ ഇയാൾ മരിച്ചുപോയ അയാളുടെ സ്വത്ത് പെൺമക്കൾക്കും ഭാര്യയ്ക്കും ലഭിക്കൂ. അല്ലെന്നുണ്ടെങ്കിലോ മുൻപ് വിവാഹം കഴിച്ചത് മുസ്ലിം മാരേജ് ആക്ട് പ്രകാരമാണ്. ഇങ്ങേറെ സഹോദരങ്ങൾക്കാ പോകുന്നത്. ഭാര്യയും മക്കളും അവരുടെ സംരക്ഷണയിൽ നിന്നോളും. ഒരാളുടെ സംരക്ഷണയിൽ നിൽക്കുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അതാണ് ഇവരുടെ മെയിൻ കാര്യം. ഒരാണ് തീരുമാനിക്കണം ഒരു പെണ്ണ് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇത് ഇസ്ലാമിക നിയമത്തിന്റെ കുഴപ്പമില്ല. യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകില്ലേ എന്നത് കമന്റിൽ പറഞ്ഞപ്പോ ഇതേ ആയിഷ സുൽത്താന മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണാം. അനീസ എന്ന സ്ത്രീ പ്രതിഷേധിച്ചത് ഇസ്ലാമിക നിയമത്തിനെതിരെയാണെന്നും പറഞ്ഞ് സംഘീകൂട്ടങ്ങൾ പേപിടിച്ച പട്ടികളെ പോലെ കടിച്ചു കീറാൻ വരുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ശരീഅത്ത് പ്രകാരം ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശം ഭാര്യയ്ക്കും കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ ആ സ്ത്രീ പ്രതിഷേധിച്ചത് ആർക്കെതിരെയാണ്? തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ കൊടുക്കാതെ കള്ളക്കഥ ഉണ്ടാക്കി ഈ സ്ത്രീയെയും 2 പെൺമക്കളെയും നടു റോഡിലേക്ക് വലിച്ചെറിഞ്ഞ സ്വാർത്ഥരായ ഭർത്താവിന്റെ സഹോദരങ്ങൾക്കെതിരെയാണ് സ്ത്രീ പ്രതിഷേധിച്ചത്. സ്വാർത്ഥ താല്പര്യം കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ ആ സ്ത്രീയെ അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പൊരുതലിനെ തെറ്റായി കാണാൻ സാധിക്കൂ. ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞ് ശരീഅത്തിനെ പറ്റി ഒരു ചുക്കും അറിയാത്ത ഹാർപ്പിക്ക് ഹുസൈനൊക്കെ തള്ളുന്നതും കേട്ട് സംഘികളൊക്കെ കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നിന്റെയൊക്കെ ചാണകം കലങ്ങില്ല. ഒന്നുകിൽ ഇവർക്ക് ഈ ശരീഅത്ത് നിയമപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിനെ പറ്റി അറിവില്ല. ഷുക്കൂർ വക്കീൽ പോലും പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. ഇതുവരെയും ഒരു മതനേതാക്കന്മാരും ഇതിനെ ഡിനൈ ചെയ്തിട്ടില്ല. പകരം അവരിതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് അവരെ പെണ്ണുങ്ങളല്ലേ, അപ്പൊ അവരെ ഭർത്താവിന്റെ സഹോദരൻ നോക്കണം, സംരക്ഷണം കൊടുക്കണം. പണ്ട് മുതലേ പെണ്ണിനെ സംരക്ഷിക്കാൻ ഒരാണ് വേണം, നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ പെണ്ണിന് 2 കാലിൽ നേരെ നിൽക്കാൻ പാടില്ല, പെണ്ണിനെ പഠിപ്പിക്കാൻ പാടില്ല, പെണ്ണിന് ഒരു രീതിയിലുള്ള അറിവ് കൊടുക്കാൻ പാടില്ല, പെണ്ണിന് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ലിബറലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മതം അടിപൊടി ഇളകും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതറിയാതെയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെ നടിച്ചുകൊണ്ടുമാണ് ആയിഷ ഈ പറയുന്ന പോലെ 2ാമത് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കുഴപ്പം നിങ്ങളുടെ നിയമത്തിന്റെയാണ്, നിങ്ങളുടെ മതത്തിന്റെയാണ് ആയിഷ. നിങ്ങൾ അത് എത്ര ഡിനൈ ചെയ്താലും അത് അങ്ങനെ തന്നെയാണ്. ആരിഫ് ഹുസൈൻ നിങ്ങളുടെ മതത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് മടുത്തത് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. സ്വന്തം അമ്മയെ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അയാൾ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മതത്തിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ നിയമത്തിന്റെ കുഴപ്പമാണ്. യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വേണം, BJP തന്നെ ഭരിച്ചാൽ മതി എന്ന് പറയുന്നത് ഈ മതത്തിന്റെ സ്വാധീനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇല്ലാതാകണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം 2026 ഒരു സ്ത്രീ മുഖം മറച്ച് നടക്കണം, ഒരു സ്ത്രീ ഇന്നയാളെ വിവാഹം കഴിക്കണം, ഒരു സ്ത്രീ ഇങ്ങനെ ജീവിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പുരുഷന്റെ
ആ ഒരു വാലിഡേഷൻ ഇവിടെ വേണ്ട. ഏതൊരു മതത്തിലും വേണ്ട. ഇന്ത്യയിലെ ആളുകൾ ജീവിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ്, അല്ലാതെ മതപുസ്തകം നോക്കിയിട്ടല്ല. ഭരണഘടന തുല്യതയാണ് സ്ത്രീക്കും പുരുഷനും നൽകിയിരിക്കുന്നത്, അല്ലാതെ പുരുഷന് സ്ത്രീയെ അങ്ങ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്നേ ഒരു അംഗീകാരം ഒരിടത്തും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ മതത്തിനെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മതം ഇന്നത്തെ നീതിക്കെതിരാണ്, നിങ്ങളുടെ മതം സ്ത്രീകൾക്കെതിരാണ്, നിങ്ങളുടെ മതം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരാണ് എന്നത് മനസ്സിലാക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടർന്ന് കാണുക പോളി ന്യൂസ്.